ഇന്ന് നല്ല മഴക്കാരുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ പൊട്ടിച്ചെടുക്കാം. എന്തിനാണെന്നല്ലേ? അതായത് നമ്മൾ ഇന്ന് ഈ പൂ വെച്ചിട്ട് ഒരു ചായക്കൊരു കടിയും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേശു നമ്മളെ പൂ പൊട്ടിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാത്രത്തിൽ കുറച്ച് ചെമ്പരത്തി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ഓൾറെഡി വൃത്തിയാണ്, കാരണം നല്ല മഴ ചെയ്തുകൊണ്ട്. എന്നിട്ട് ഓരോ പൂവും ഇതുപോലെ ഞെട്ട് കളഞ്ഞെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി പിന്നെ കുറച്ച് കടലപ്പൊടിയും കൂടി ചേർത്തിട്ട് വെക്കാം. നമുക്ക് കാണിച്ചിട്ടാ. ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു പഴംപൊരിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിൽ വേണം മാവെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഓരോ പൂവും ഇതുപോലെ മുക്കിയെടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മുരിഞ്ഞു വരണം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ചെമ്പരത്തി ബജ്ജി റെഡിയായി. ഇനി നമ്മൾ ചായ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ചെമ്പരത്തി പൂ ഇട്ട് കൊടുത്തു. ഈ ചെമ്പരത്തി പൂവ് ഇട്ടതിന് ശേഷിട്ട് ഡാർക്ക് കളറായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കളർ മാറി ഒരു റെഡ് കളറാവും. വേണമെങ്കിൽ മാത്രം പഞ്ചസാര ഇടാം.